നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് മറ്റേ മുല്ലപ്പൂ മയമാണ്. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അത് തനിക്കെങ്ങനെ അറിയാം? സായിക്കാണെങ്കിലും സായിനെ ഫുള്ള് മുല്ലപ്പൂ മണത്തോണ്ടിരിക്കാന്നാണ് ഒരു കരക്കമ്പി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. നമ്മുടെ സായി ജാഫർക്കന്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത്. താൻ വലിയ മനുഷ്യസ്നേഹിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി. അങ്ങനെ സായി ജാസ്മിൻ ഏജന്റ് ആണ്, മുല്ലപ്പൂ ഏജന്റ് ആണ് എന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ, എന്റെ അറിവില് സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ അറിവില് സായിന്റെ അമ്മായിയുടെ മോളൊന്നുമല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര വലിയ ആളാ. സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഉത്തരം പറ. അത് കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ. ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്കിടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ മോള് കണ്ടോ? ഇന്നലെ സ്നേഹ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് സായിയുടെ വൈഫ് സ്നേഹ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇടൂ. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അപ്പം തെളിവുകൾ കേൾക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ആയിക്കോട്ടെ. മോൻ ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പോയില്ലേ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോട്ടെ. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമല്ല ഭാഷ. തെറി കേട്ടിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അവരോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും. വല്ല പെൺപിള്ളേരെ പാവാടത്തുമ്പി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോട് എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാൻ ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിൽ ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രം. ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അത് ഉറപ്പാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഞാനൊരു സാധനം എറിഞ്ഞിട്ടു, അതിന് ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം എനിക്ക് തിരിച്ചു കിട്ടി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.